കേരളത്തിന്റെ അക്ഷര തലസ്ഥാനി കോട്ടയത്തിന് ഇന്ന് 75ാം പിറന്നാളാണ്. അറിവും റബ്ബറും മലയും പുഴയും വർണ്ണം പകർന്ന കോട്ടയം ജില്ല രൂപീകൃതമായത് 1949 ജൂലൈ 1 ആണ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തിലൂടെ രൂപീകൃതമായ കോട്ടയം പിന്നീട് കേരളത്തിന്റെ രാഷ്ട്രീയ, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ നിർണായകമായ സംഭാവനകൾ നൽകി. പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നമ്മുടെ കോട്ടയം ജില്ല രൂപീകൃതമായിട്ട് 75 വർഷം തികയാണ്. നമ്മുടെ കോട്ടയം ജില്ല കോട്ടയത്ത് തന്നെ ഉള്ളതെന്നോ. ലാൻഡ് ഓഫ് 3 L's: ലെറ്റർ, ലാറ്റക്സ് ആൻഡ് ലേക്സ്. അക്ഷരങ്ങൾ, റബ്ബർ, തടാകങ്ങൾ. ഈ 3 Lകളുടെ നഗരമെന്നാണ് കോട്ടയം അറിയപ്പെടുന്നത്. കോട്ടയത്തിൻ്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തെപ്പറ്റി പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അക്ഷര നഗരി എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. 1989 പ്രത്യേക സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് 100% സാക്ഷരത കോട്ടയം നഗരത്തിന് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൈവരിക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ വിദ്യാഭ്യാസ സമ്പന്നമാണ് നമ്മളുടെ നാട് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന CMS കോളേജ് പോലെ ഇന്ത്യയിലെ തന്നെ ആദ്യകാല കോളേജുകളാൽ സമൃദ്ധം, അങ്ങനെ അറിവിനാൽ സമ്പന്നരായിട്ടുള്ള, സമൃദ്ധരായിട്ടുള്ള ഒരു ജനത കൂടിയിട്ടാണ് നമ്മൾ കോട്ടയംകാർ. ലാൻഡ് ഓഫ് ലേക്സ് കൂടിയിട്ടാണ് കോട്ടയം. തടാകങ്ങളുടെ നാട് കൂടിയിട്ടാണ്. പുഴകളെ, കായലുകളെ, ഇവയൊക്കെ കൊണ്ട് സമൃദ്ധമാണ് നമ്മുടെ കോട്ടയം. മീനച്ചിലാറ്, മണിമലയാറ്, അതുപോലെ കായലുകൾ. മാത്രമല്ല ഈ നദികൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, തടാകങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ടൂറിസം കൂടി ഡെവലപ്പ് ആയിരിക്കുന്നത്. കുമരകം ടൂറിസം കണ്ടില്ലേ, അപ്പർ കുട്ടനാട് മേഖലയിലുള്ള ടൂറിസം. അങ്ങനെ അതുകൂടാതെ മലയോര മേഖലയിൽ മറ്റ് ടൂറിസം, ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, അങ്ങനെ നിരവധി കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ കൃത്യമായിട്ട് സ്ഥാനമുള്ള നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടി നമ്മുടെ കോട്ടയത്തുണ്ട്. നമ്മുടെ കോട്ടയംകാരുടെ സ്വകാര്യ അഹങ്കാരം ഇവനാണ് റബ്ബർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി നടത്തുന്നതും കോട്ടയത്താണ്. പക്ഷേ കാലക്രമേണ റബ്ബറിൻ്റെ വിലയിടിവൊക്കെ റബ്ബർ കൃഷിയെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് പേര് റബ്ബർ കൃഷി ഉപേക്ഷിച്ച് കഴിഞ്ഞു. റബ്ബർ വെട്ടി മറ്റ് കൃഷിയിലേക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും റബ്ബറിൻ്റെ പെരുമ കോട്ടയത്ത് എന്നും നിലനിൽക്കുന്നത് തന്നെയാണ്. ഇതൊന്നുമല്ല, സ്വാതന്ത്ര്യ സമരത്തിൽ പോലും നമ്മുടെ കോട്ടയത്തിന് വളരെ നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. 1924 വൈക്കം സത്യാഗ്രഹം. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു ഐക്യത്തിനെതിരായിട്ട് നടന്നിട്ടുള്ള ഏറ്റവും വലിയ സമരചരിത്രം. സാക്ഷാൽ മഹാത്മാഗാന്ധി പോലും നമ്മുടെ കോട്ടയത്തിൻ്റെ മണ്ണിൽ നേരിട്ട് വന്നുകൊണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ ചരിത്രം നമുക്ക് പറയാനായിട്ടുണ്ട്. മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം ഇനിയിൽ ഇതുപോലെ. CMS കോളേജ് വെച്ചല്ലേ ക്ലാസ്മേറ്റ്സ് ഷൂട്ട് ചെയ്തത്? പിന്നെ ക്ലാസ്മേറ്റ്സ് ഷൂട്ട് ചെയ്തത് കോട്ടയത്താണ്. നമ്മുടെ മമ്മൂക്കയുടെ കോട്ടയം കുഞ്ഞച്ചൻ, ലാലേട്ടൻ്റെ സ്ഫടികം, ചതുരംഗം, അങ്ങനെ എത്രയോ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് നമ്മുടെ നാട് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു. അതുമാത്രമല്ല, മമ്മൂക്ക ഉൾപ്പെടെ എത്രയോ ചലച്ചിത്ര താരങ്ങൾ അവരുടെ ജന്മനാടാണ് നമ്മുടെ കോട്ടയം. സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, അങ്ങനെ എല്ലാ മേഖലയിലും നമ്മളുടെ നാട് വളരെ സമൃദ്ധമാണ്. നല്ല സാംസ്കാരിക പാരമ്പര്യമുള്ള സ്ഥലമാണ്. സത്യത്തിൽ ഒരു കാലത്ത് കോട്ടയം ജില്ലയുടെ രൂപീകരണം നടക്കുന്ന സമയത്ത് കേരളത്തിലെ സാഹിത്യ രംഗത്തെ പ്രമുഖന്മാർ അവരൊരു ഇടത്താവളായിരുന്നു കോട്ടയം. SPCS അങ്ങനെയാണല്ലോ വന്നത്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്ന് പറയുന്ന മഹാസ്ഥാപനം വന്നു. കാരൂർ നീലകണ്ഠപിള്ള സാറിനെ പോലെ, തകഴി ശിവശങ്കരപിള്ള സാറിനെ പോലെ വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയ സങ്കേതമായിരുന്നു അന്ന് കോട്ടയം. രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായും സാംസ്കാരികമായും ഈ ജില്ലയ്ക്കുള്ള സ്ഥാനം മറ്റ് പലയിടത്തും ഉള്ളതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതായി. എന്തായാലും വിട്ടുപോയാൽ നമ്മുടെ കോട്ടയത്തെ രാഷ്ട്രീയം. രാഷ്ട്രീയം പറയാതെ കോട്ടയം ഒരിക്കലും പൂർണ്ണമാവില്ലല്ലോ അല്ലേ. വളരും തോറും പിളരും തോറും വളരും എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ മണ്ണാണ് കോട്ടയം.
കേരള കോൺഗ്രസ് എമ്മും ജോസഫ് ഗ്രൂപ്പും അങ്ങനെ ഗ്രൂപ്പുകളുടെ മേൽ ഗ്രൂപ്പുകളായിട്ട് കേരള കോൺഗ്രസ് തഴച്ചു വളർന്ന മണ്ണ് കൂടിയിട്ടാണ്. കെ എം മാണിയും സാക്ഷാൽ ഉമ്മൻചാണ്ടിയും ഒക്കെ ഉഴുതുമറിച്ചിട്ട രാഷ്ട്രീയ മണ്ണ് കൂടിയിട്ടാണ് നമ്മുടെ കോട്ടയം എന്ന് പറയുന്നത്. കോട്ടയത്തിൻ്റെ രാഷ്ട്രീയം എന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്ഥാനം അതിനെപ്പോഴും ഉണ്ടാവും. ശ്രീ പി ടി ചാക്കോയെ പോലെ, ശ്രീ വി കെ വേലപ്പനെ പോലെ, ശ്രീ കെ നാരായണക്കുറുപ്പിനെ പോലെ, ശ്രീ കെ എം മാണി സാറിനെ പോലെ അതിപ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഈ ജില്ലയുടെ സന്തതികളായി വളർന്നു വന്നിട്ടുണ്ട്. നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹം അന്നും ഇന്നും എക്കാലത്തും ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇതൊക്കെ ഈ പഴമയുടെ ഓർമ്മകളായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ എത്തുകയാണ്. പക്ഷെ കാര്യങ്ങളിങ്ങനെയൊക്കെ ആണെങ്കിലും നേട്ടങ്ങൾ മാത്രമല്ല, കുറേ കോട്ടങ്ങളും ഈ കോട്ടയത്തിനുണ്ട്. കണ്ടില്ലേ, നഗരമധ്യത്തിൽ പടവലം പന്തൽ, ആകാശപാത, രാഷ്ട്രീയക്കാരുടെ ഓരോ കാഴ്ചപ്പാടില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളും കോട്ടയത്തുണ്ട്. മായനെ, എന്നതാണ് കോട്ടയെന്നും എന്നതൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ? കോട്ടയം എങ്ങനെയുണ്ട്? കോട്ടയം സൂപ്പറല്ലേ? അപ്പോൾ എന്തായാലും 75ാം പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം കോട്ടയത്തിന് നമ്മുടെ ക്യാമറമാൻ എസ് ശ്രീകുമാറിൻ്റെയും ഞങ്ങളുടെയും വക ഒരു ഹാപ്പി ബർത്ത്ഡേ.